ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു അത്ഭുതകരമായ വിഷയത്തെക്കുറിച്ചാണ്, ആപേക്ഷികതാ സിദ്ധാന്തം, അതായത് റിലേറ്റിവിറ്റി. ആപേക്ഷികതാ സിദ്ധാന്തം മനസ്സിലാക്കാനാവുമോ എന്നൊരു ചോദ്യം നമ്മുടെ മനസ്സിൽ വരാറുണ്ട്, അല്ലേ? ഈ ചോദ്യത്തിന് ഉത്തരം തേടാൻ നമുക്ക് ഒരുമിച്ച് ഒരു യാത്ര പോകാം. ഈ വീഡിയോയിൽ ഐൻസ്റ്റൈൻ എന്ന മഹാപ്രതിഭയുടെ ഈ സിദ്ധാന്തം ലളിതമായ ഭാഷയിൽ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കും. ഒരു സാധാരണ മനുഷ്യന് ഇത് എങ്ങനെ ഗ്രഹിക്കാം എന്ന ഉദാഹരണങ്ങളോടെ വിശദീകരിക്കും. ഗുരുത്വാകർഷണ ലെൻസിങ്, ഗുരുത്വം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള ഐൻസ്റ്റൈന്റെ വീക്ഷണം, ഇതെല്ലാം നമ്മൾ ചർച്ച ചെയ്യും. 1919-ൽ എഡിങ്ടൺ എന്ന ശാസ്ത്രജ്ഞൻ ഐൻസ്റ്റൈന്റെ സിദ്ധാന്തം തെളിയിച്ച കഥയും നമുക്ക് പരിചയപ്പെടാം. ഈ വീഡിയോയിലൂടെ നിന്റെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെടുത്തി ഈ സങ്കീർണമായ ആശയം മനസ്സിലാക്കാൻ ഞാൻ നിന്നെ സഹായിക്കും. ആദ്യം, ആരാണ് ഈ ഐൻസ്റ്റൈൻ? ആൽബർട്ട് ഐൻസ്റ്റൈൻ 1879-ൽ ജർമ്മനിയിൽ ജനിച്ച ഒരു സാധാരണ ബാലനായിരുന്നു. പക്ഷേ അവന്റെ മനസ്സ് സാധാരണമല്ലായിരുന്നു. കുട്ടിക്കാലത്ത് അവന് സംസാരിക്കാൻ പോലും വൈകി. പക്ഷേ അവന്റെ ചോദ്യങ്ങൾ ലോകത്തെ മാറ്റിമറിച്ചു. പ്രകാശം എന്താണ്? അത് എങ്ങനെ സഞ്ചരിക്കുന്നു? ലോകം എങ്ങനെ പ്രവർത്തിക്കുന്നു? ഇത്തരം ചോദ്യങ്ങൾ അവനെ അലട്ടിക്കൊണ്ടിരുന്നു. 1905-ൽ 26-ാം വയസ്സിൽ അവൻ വിശിഷ്ട ആപേക്ഷികത അഥവാ സ്പെഷ്യൽ റിലേറ്റിവിറ്റി എന്ന സിദ്ധാന്തം ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ചു. പിന്നീട് 1915-ൽ പൊതു ആപേക്ഷികത അഥവാ ജനറൽ റിലേറ്റിവിറ്റി എന്ന മറ്റൊരു വലിയ സിദ്ധാന്തവും അവതരിപ്പിച്ചു. എന്താണ് ഈ സിദ്ധാന്തങ്ങൾ? ലളിതമായി പറഞ്ഞാൽ, സമയവും സ്ഥലവും നമുക്ക് തോന്നുന്നതുപോലെ സ്ഥിരമല്ല എന്നാണ് ഐൻസ്റ്റൈൻ പറഞ്ഞത്. അവ മാറിക്കൊണ്ടിരിക്കും, നമ്മുടെ വേഗതയനുസരിച്ചും ഗുരുത്വാകർഷണം അനുസരിച്ചും. ഐൻസ്റ്റൈൻ ഇത് എങ്ങനെ കണ്ടെത്തി? അദ്ദേഹം ഒരു ഓഫീസിൽ ജോലി ചെയ്യുമ്പോൾ ഒരു മനുഷ്യൻ മുറിയിൽ നിന്ന് വീഴുന്നത് സങ്കൽപ്പിച്ചു. ആ മനുഷ്യന് തോന്നുന്നത് താൻ ഭാരമില്ലാത്തവനാണെന്നാണ്. ഈ ചിന്തയിൽ നിന്നാണ് ഗുരുത്വത്തെ പുതിയ രീതിയിൽ മനസ്സിലാക്കാൻ അവന് കഴിഞ്ഞത്. വിശിഷ്ട ആപേക്ഷികതയെക്കുറിച്ച് നമുക്ക് ലളിതമായി മനസ്സിലാക്കാം. നമ്മൾ ഒരു ട്രെയിനിൽ ഇരിക്കുന്നതായി സങ്കൽപ്പിക്കൂ. ട്രെയിൻ വളരെ വേഗത്തിൽ പോകുന്നു, പ്രകാശത്തിന്റെ വേഗയോളം. നമ്മുടെ കയ്യിൽ ഒരു ഘടികാരമുണ്ട്. നമുക്ക് തോന്നും സമയം സാധാരണ പോലെ പോകുന്നു. പക്ഷേ പുറത്ത് ഒരു സ്റ്റേഷനിൽ നിൽക്കുന്നവർ നമ്മുടെ ഘടികാരം നോക്കിയാൽ അവർക്ക് തോന്നും അത് പതുക്കെ പോകുന്നു. എന്തുകൊണ്ട്? കാരണം വേഗത കൂടുമ്പോൾ സമയം മന്ദഗതിയിലാവുന്നു എന്നാണ് ഐൻസ്റ്റൈൻ പറഞ്ഞത്. ഇതിനെ ടൈം ഡൈലേഷൻ എന്ന് വിളിക്കുന്നു. ഒരു ഉദാഹരണം പറയാം. നമ്മുടെ സുഹൃത്ത് ഒരു ബഹിരാകാശ പേടകത്തിൽ പ്രകാശവേഗതയിൽ യാത്ര ചെയ്താൽ അവൻ തിരിച്ചുവരുമ്പോൾ നമ്മളെക്കാൾ പ്രായം കുറഞ്ഞവനായിരിക്കും. ഇത് ഒരു സിനിമയിലെ കഥ പോലെ തോന്നാം, പക്ഷേ ഇത് ശാസ്ത്രീയമായ സത്യമാണ്. നമ്മുടെ ഫോണിലെ GPS ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്ന് അറിയുമ്പോൾ നിനക്ക് ആശ്ചര്യം തോന്നും. ഇനി പൊതു ആപേക്ഷികതയിലേക്ക് വരാം. ഗുരുത്വം എന്താണ് എന്ന് നമുക്ക് എന്താണ് തോന്നുന്നത്? ഒരു ആപ്പിൾ മരത്തിൽ നിന്ന് താഴേക്ക് വീഴുന്നത് ഗുരുത്വം കൊണ്ടാണെന്ന് ന്യൂട്ടൺ പറഞ്ഞു. പക്ഷേ ഐൻസ്റ്റൈൻ പറഞ്ഞത് ഗുരുത്വം ഒരു ബലമല്ല, മറിച്ച് സ്ഥലവും സമയവും വളയുന്നതിന്റെ ഫലമാണ് എന്നാണ്. ഇത് എങ്ങനെ മനസ്സിലാക്കാം? ഒരു റബ്ബർ ഷീറ്റ് സങ്കൽപ്പിക്കൂ. അതിന്റെ നടുക്ക് ഒരു ഭാരമുള്ള പന്ത് വെച്ചാൽ ഷീറ്റ് വളയും, അല്ലേ? ഇപ്പോൾ ഒരു ചെറിയ മാർബിൾ ആ ഷീറ്റിൽ ഉരുട്ടിയാൽ അത് വളഞ്ഞ ഭാഗത്തേക്ക് വീഴും. ഇതുപോലെ സൂര്യനെപ്പോലുള്ള വലിയ വസ്തുക്കൾ സ്ഥലസമയത്തെ വളയ്ക്കുന്നു. അതുകൊണ്ടാണ് ഭൂമി സൂര്യനെ ചുറ്റുന്നത്. ഈ ആശയം മനസ്സിലാക്കാൻ ഐൻസ്റ്റൈൻ ഉപയോഗിച്ച ഉദാഹരണമാണ് ഒരു മനുഷ്യൻ മുറിയിൽ നിന്ന് വീഴുന്നത്. അവൻ വീഴുമ്പോൾ ഭാരമില്ലായ്മ അനുഭവിക്കുന്നു, കാരണം ഗുരുത്വം അവനെ സ്ഥലസമയത്തിന്റെ വളവിലൂടെ നീക്കുകയാണ്. ഇനി ഗുരുത്വാകർഷണ ലെൻസിങ് എന്നതിനെക്കുറിച്ച് പറയാം. 1919-ൽ ഒരു സൂര്യഗ്രഹണ സമയത്ത് എഡിങ്ടൺ എന്ന ശാസ്ത്രജ്ഞൻ ഐൻസ്റ്റൈന്റെ പ്രവചനം പരീക്ഷിച്ചു. സൂര്യന്റെ സമീപത്തുകൂടി വരുന്ന നക്ഷത്രങ്ങളുടെ പ്രകാശം വളയുമെന്ന് ഐൻസ്റ്റൈൻ പറഞ്ഞിരുന്നു. എന്തുകൊണ്ട്? കാരണം സൂര്യന്റെ ഗുരുത്വം സ്ഥലസമയത്തെ വളയ്ക്കുന്നു, അതിലൂടെ പ്രകാശവും വളഞ്ഞു പോകുന്നു. എഡിങ്ടൺ ഈ നിരീക്ഷണം നടത്തി. ഐൻസ്റ്റൈന്റെ സിദ്ധാന്തം ശരിയാണെന്ന് തെളിഞ്ഞു. ഇതിനെ ഗുരുത്വാകർഷണ ലെൻസിങ് എന്ന് വിളിക്കുന്നു. ഇന്ന് നമ്മൾ ദൂരെയുള്ള ഗാലക്സികളും ബ്ലാക്ക് ഹോളുകളും കാണുന്നത് ഈ പ്രതിഭാസം കൊണ്ടാണ്. ഒരു ലെൻസ് പ്രകാശത്തെ വളയ്ക്കുന്നതുപോലെ ഗുരുത്വം പ്രകാശത്തെ വളയ്ക്കുന്നു എന്ന് മനസ്സിലാക്കിയാൽ മതി. നമുക്ക് ഗുരുത്വാകർഷണ ലെൻസിങ്ങിന്റെ കഥ കുറച്ചുകൂടി ആഴത്തിൽ പരിശോധിക്കാം. 1919-ലെ ആ സൂര്യഗ്രഹണം ഒരു ചരിത്രനിമിഷമായിരുന്നു, സുഹൃത്തുക്കളെ. സർ ആർത്തർ എഡിങ്ടൺ എന്ന ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞൻ ഒരു ദൗത്യവുമായി ഇറങ്ങി ഐൻസ്റ്റൈന്റെ സിദ്ധാന്തം ശരിയാണോ എന്ന് തെളിയിക്കുക. അന്ന് ഒന്നാം ലോകമഹായുദ്ധം കഴിഞ്ഞ ഒരു സമയമായിരുന്നു. ജർമ്മൻ ശാസ്ത്രജ്ഞനായ ഐൻസ്റ്റൈന്റെ ആശയത്തെ ഒരു ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞൻ പരീക്ഷിക്കുന്നത് തന്നെ വലിയ കാര്യമായിരുന്നു. എഡിങ്ടൺ ആഫ്രിക്കയിലെ പ്രിൻസിപ്പി ദ്വീപിലേക്കും ബ്രസീലിലേക്കും യാത്ര ചെയ്തു. സൂര്യഗ്രഹണ സമയത്ത് സൂര്യന്റെ സമീപത്തുകൂടി വരുന്ന നക്ഷത്രങ്ങളുടെ പ്രകാശം അവൻ ശ്രദ്ധാപൂർവം നിരീക്ഷിച്ചു. ഐൻസ്റ്റൈൻ പറഞ്ഞത് ശരിയാണെങ്കിൽ ആ പ്രകാശം വളയണം, അതായത് നക്ഷത്രങ്ങൾ അവയുടെ യഥാർത്ഥ സ്ഥാനത്ത് നിന്ന് അല്പം മാറി കാണപ്പെടണം. എഡിങ്ടൺ ഫോട്ടോഗ്രാഫുകൾ എടുത്തു, അവ വിശകലനം ചെയ്തു. ഫലം വന്നപ്പോൾ ലോകം ഞെട്ടി. ഐൻസ്റ്റൈൻ ശരിയായിരുന്നു.
സൂര്യന്റെ ഗുരുത്വം പ്രകാശത്തെ വളച്ചു. ഈ സംഭവം ഐൻസ്റ്റൈനെ ഒരു ആഗോള പ്രതിഭാസമാക്കി മാറ്റി. പത്രങ്ങൾ എഴുതി, ന്യൂട്ടന്റെ ലോകം തകർന്നു എന്ന്. പക്ഷേ യഥാർത്ഥത്തിൽ ഐൻസ്റ്റൈൻ ന്യൂട്ടനെ തകർത്തില്ല, അവൻ അതിനെ പുതിയൊരു തലത്തിലേക്ക് ഉയർത്തി. ഇനി ഈ ഗുരുത്വാകർഷണ ലെൻസിങ് എന്തുകൊണ്ട് നമുക്ക് പ്രധാനമാണ്? ഇന്ന് നമ്മൾ ആകാശത്തേക്ക് നോക്കുമ്പോൾ ദൂരെയുള്ള ഗാലക്സികൾ, നക്ഷത്രങ്ങൾ പോലും ബ്ലാക്ക് ഹോളുകൾ കാണുന്നത് ഈ പ്രതിഭാസം കൊണ്ടാണ്. ഒരു ഉദാഹരണം പറയാം. ഒരു ദൂരദർശിനിയിലൂടെ നിനക്ക് ഒരു ഗാലക്സി കാണാം. പക്ഷേ അതിന്റെ പിന്നിൽ മറ്റൊരു ഗാലക്സി ഉണ്ടെങ്കിൽ അതിന്റെ പ്രകാശം ആദ്യത്തെ ഗാലക്സിയുടെ ഗുരുത്വം കൊണ്ട് വളഞ്ഞു നിന്റെ കണ്ണിലേക്ക് എത്തും. ഇത് ഒരു ലെൻസ് പോലെ പ്രവർത്തിക്കുന്നു. അതുകൊണ്ടാണ് ഇതിനെ ഗുരുത്വാകർഷണ ലെൻസിങ് എന്ന് വിളിക്കുന്നത്. ഒരു കണ്ണാടി വെള്ളത്തിനടിയിൽ വളഞ്ഞു കാണുന്നതുപോലെ ഗുരുത്വം പ്രകാശത്തെ വളയ്ക്കുന്നു. ഇത് ആധുനിക ജ്യോതിശാസ്ത്രത്തിന്റെ ഒരു വലിയ ഉപകരണമാണ്. ഉദാഹരണത്തിന് ഹബിൾ ടെലിസ്കോപ്പും ജെയിംസ് വെബ് ടെലിസ്കോപ്പും ഈ പ്രതിഭാസം ഉപയോഗിച്ചാണ് ദൂരെയുള്ള പ്രപഞ്ചത്തെ പഠിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഇത് എങ്ങനെ ബാധിക്കുന്നു എന്ന് ചിന്തിക്കുന്നുണ്ടോ? ഇതിന്റെ ഗണിതവും ശാസ്ത്രവും നമ്മുടെ ഫോണിലെ മാപ്പ് ആപ്പിനെപ്പോലുള്ള സാങ്കേതികവിദ്യയെ സഹായിക്കുന്നുണ്ട്. ഇനി ഐൻസ്റ്റൈന്റെ കാഴ്ചപ്പാടിൽ ഗുരുത്വം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് ലളിതമായി മനസ്സിലാക്കാം. ന്യൂട്ടന്റെ കാലത്ത് ഗുരുത്വം എന്നത് ഒരു ബലമായി കണ്ടു, ഒരു വസ്തു മറ്റൊരു വസ്തുവിനെ വലിക്കുന്നു. പക്ഷേ ഐൻസ്റ്റൈൻ പറഞ്ഞത് ഗുരുത്വം ഒരു ബലമല്ല, അത് സ്ഥലവും സമയവും വളയുന്നതിന്റെ ഫലമാണ് എന്നാണ്. ഇത് എന്താണ് എന്ന് വിശദീകരിക്കാൻ ഒരു ഉദാഹരണം എടുക്കാം. നമ്മുടെ വീട്ടിൽ ഒരു ട്രാംപോളിൻ ഉണ്ടെന്ന് സങ്കല്പിക്കൂ. അതിന്റെ നടുക്ക് ഒരു വലിയ കല്ല് വെച്ചാൽ ട്രാംപോളിൻ താഴേക്ക് വളയും. ഇപ്പോൾ ഒരു ചെറിയ പന്ത് അതിൽ ഉരുട്ടിയാൽ ആ പന്ത് ആ വലിയ കല്ലിനെ ചുറ്റും തിരിയും, അല്ലേ? ഇതുപോലെ സൂര്യനെപ്പോലുള്ള വലിയ വസ്തുക്കൾ സ്ഥലസമയത്തെ വളയ്ക്കുന്നു. ഭൂമി ആ വളഞ്ഞ പാതയിലൂടെ സഞ്ചരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ സൂര്യനെ ചുറ്റുന്നത്. ഈ ആശയം മനസ്സിലാക്കാൻ ഐൻസ്റ്റൈൻ ഒരു മനുഷ്യനെ മുറിയിൽ നിന്ന് വീഴുന്നതായി സങ്കൽപ്പിച്ചു. ആ മനുഷ്യൻ വീഴുമ്പോൾ അവന് ഭാരം ഇല്ലെന്ന് തോന്നുന്നു. എന്തുകൊണ്ട്? കാരണം അവൻ ഗുരുത്വത്തിന്റെ വളഞ്ഞ പാതയിലൂടെ സ്വതന്ത്രമായി സഞ്ചരിക്കുകയാണ്. ഈ ചിന്തയാണ് ഐൻസ്റ്റൈനെ ഗുരുത്വത്തെ പുതിയ രീതിയിൽ കാണാൻ പ്രേരിപ്പിച്ചത്. ഇനി ആപേക്ഷികത എന്താണ് എന്ന് ഒരു സാധാരണ മനുഷ്യന് എങ്ങനെ മനസ്സിലാക്കാം? സ്ഥലവും സമയവും എന്ന് പറയുമ്പോൾ നിനക്ക് എന്താണ് തോന്നുന്നത്? സ്ഥലം എന്നത് നിന്റെ ചുറ്റുപാടാണ്, നമ്മുടെ വീട്, റോഡ്, ലോകം. സമയം എന്നത് നിന്റെ ഘടികാരത്തിൽ കാണുന്നതാണ്, സെക്കൻഡുകൾ, മിനിറ്റുകൾ, മണിക്കൂറുകൾ. പക്ഷേ ഐൻസ്റ്റൈൻ പറയുന്നത് ഇവ രണ്ടും ഒരു തുണി പോലെയാണ്, സ്ഥലസമയം എന്നൊരു തുണി. ഈ തുണി നിന്റെ ബെഡ്ഷീറ്റ് പോലെ വലിച്ചു വളക്കാൻ പറ്റും. ഒരു ഉദാഹരണം പറയാം. നമ്മുടെ കാറിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ വേഗത്തിൽ പോയാൽ സമയം അല്പം മന്ദഗതിയിലാകും. ഇത് നിനക്ക് തോന്നില്ല, പക്ഷേ ശാസ്ത്രീയമായി അത് സത്യമാണ്. ഒരു ഉപഗ്രഹത്തിൽ ഇരിക്കുന്ന ഘടികാരവും ഭൂമിയിലെ ഘടികാരവും തമ്മിൽ വ്യത്യാസം ഉണ്ടാകുന്നത് ഇതുകൊണ്ടാണ്. നമ്മുടെ ഫോണിലെ ഗൂഗിൾ മാപ്പ് ശരിയായി പ്രവർത്തിക്കുന്നത് ഈ ആപേക്ഷികത കണക്കാക്കിയിട്ടാണ്. ഇനി ഗുരുത്വത്തിന്റെ കാര്യം. നമ്മൾ ഒരു കുന്നിന്റെ മുകളിൽ നിന്നാൽ സമയം അല്പം വേഗത്തിൽ പോകും, താഴെ നിന്നാൽ അല്പം പതുക്കെ പോകും. ഈ ചെറിയ വ്യത്യാസം പോലും ശാസ്ത്രജ്ഞർ അളക്കുന്നുണ്ട്. അതുകൊണ്ട് ആപേക്ഷികത എന്നത് ഒരു വിചിത്രമായ ആശയമല്ല, അത് നിന്റെ ജീവിതത്തിന്റെ ഭാഗമാണ്. ഇനി ഐൻസ്റ്റൈന് എന്തുകൊണ്ട് ഈ ആശയം തെളിയിക്കാൻ ബുദ്ധിമുട്ടായി? 1919-ൽ എഡിങ്ടൺ അത് തെളിയിക്കുന്നതിനു മുമ്പ് പല ശാസ്ത്രജ്ഞരും ഐൻസ്റ്റൈനെ എതിർത്തു. ലുഡ്വിഗ് സിൽബർസ്റ്റൈൻ എന്ന ഒരു ഗണിതജ്ഞൻ ഒരു യോഗത്തിൽ എഡിങ്ടണോട് പറഞ്ഞു, ആപേക്ഷികത മനസ്സിലാക്കിയത് 3 പേർ മാത്രമാണെന്ന് കേൾക്കുന്നു, താങ്കളുടെ പേര് അതിലുണ്ടോ? എഡിങ്ടൺ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ആ മൂന്നാമനെ എനിക്കറിയില്ല. അവൻ തമാശയായി പറഞ്ഞത് തനിക്കും ഐൻസ്റ്റൈനും മാത്രമേ ഇത് മനസ്സിലായിട്ടുള്ളൂ എന്നാണ്. പക്ഷേ ഈ എതിർപ്പുകൾക്കിടയിലും എഡിങ്ടൺ ഐൻസ്റ്റൈന്റെ സിദ്ധാന്തത്തിന് തെളിവ് നൽകി. ബ്രിട്ടീഷ് റോയൽ സൊസൈറ്റിയിൽ ആ ഫലങ്ങൾ അവതരിപ്പിച്ചപ്പോൾ ലോകം ഐൻസ്റ്റൈനെ അംഗീകരിച്ചു. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, ആപേക്ഷികത മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് പല ശാസ്ത്രജ്ഞരും തുറന്നു പറഞ്ഞിട്ടുണ്ട്. ജെ തോംസൺ എന്ന നോബൽ ജേതാവ് പറഞ്ഞു, ആപേക്ഷികത ലളിതമായി വിശദീകരിക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. ഐൻസ്റ്റൈൻ തന്റെ സിദ്ധാന്തം ജനങ്ങൾക്ക് മനസ്സിലാകാൻ പുസ്തകങ്ങൾ എഴുതി, പക്ഷേ അവയും സങ്കീർണമായി തോന്നി. എന്തുകൊണ്ട്? കാരണം നമ്മുടെ മനസ്സ് ഈ ലോകത്തെ സാധാരണ രീതിയിൽ മനസ്സിലാക്കാൻ പരിശീലിച്ചിരിക്കുന്നു, പക്ഷേ ആപേക്ഷികത അതിനപ്പുറമാണ്. ഇനി ആപേക്ഷികതാ സിദ്ധാന്തത്തെ ഒരു സാധാരണ മനുഷ്യനു മനസ്സിലാകുന്ന ഭാഷയിൽ വിശദീകരിക്കാൻ ശ്രമിക്കാം. ഈ സിദ്ധാന്തം എന്താണ് എന്ന് ചിന്തിക്കുമ്പോൾ സമയവും സ്ഥലവും എന്താണെന്ന് ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. സാധാരണ ജീവിതത്തിൽ സമയം എന്നത് ഒരു ഘടികാരത്തിൽ കാണുന്നതാണ്, ഉച്ചയ്ക്ക് 1 മണി, വൈകിട്ട് 5 മണി എന്നൊക്കെ. സ്ഥലം എന്നത് ഒരാൾ നിൽക്കുന്ന ഇടമാണ്, വീട്, പട്ടണം അല്ലെങ്കിൽ ഒരു രാജ്യം. പക്ഷേ ഐൻസ്റ്റൈൻ പറയുന്നത് ഈ സമയവും സ്ഥലവും ഒറ്റയ്ക്ക് നിൽക്കുന്നവയല്ല എന്നാണ്. അവ ഒരുമിച്ച് ഒരു വലിയ തുണി പോലെയാണ്, അതിനെ സ്ഥലസമയം എന്ന് വിളിക്കുന്നു. ഈ തുണി എപ്പോഴും ഒരേപോലെ ഇരിക്കുന്നില്ല, അത് വലിഞ്ഞും വളഞ്ഞും മാറാം. എങ്ങനെ എന്ന് മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം നോക്കാം. ഒരു മേശപ്പുറത്ത് ഒരു കടലാസ് വിരിച്ചിട്ടുണ്ടെന്ന് സങ്കൽപ്പിക്കൂ.
അതിന്റെ നടുക്ക് ഒരു ഇരുമ്പ് പന്ത് വെച്ചാൽ കടലാസ് അല്പം താഴ്ന്നു വളയും. ഇപ്പോൾ ഒരു ചെറിയ കല്ല് ആ കടലാസിൽ ഉരുട്ടിയാൽ അത് ആ വളവിനെ ചുറ്റി നീങ്ങും. ഇതുപോലെ സ്ഥലസമയം എന്ന തുണിയിൽ വലിയ വസ്തുക്കൾ വളവുകൾ ഉണ്ടാക്കുന്നു. അതിലൂടെയാണ് ഗുരുത്വം പ്രവർത്തിക്കുന്നത്. ഇനി വിശിഷ്ട ആപേക്ഷികതയെ അഥവാ സ്പെഷ്യൽ റിലേറ്റിവിറ്റി ലളിതമായി മനസ്സിലാക്കാൻ ഒരു കഥ പറയാം. ഒരാൾ ഒരു ബസ്സിൽ യാത്ര ചെയ്യുന്നുണ്ടെന്ന് കരുതുക. ബസ് വളരെ വേഗത്തിൽ പോകുന്നു, ഒരു സെക്കൻഡിൽ ലക്ഷക്കണക്കിന് കിലോമീറ്റർ വേഗതയിൽ. ആ ബസ്സിന്റെ ഉള്ളിൽ ഒരാൾ ഒരു ടോർച്ച് തെളിയിക്കുന്നു. ബസ്സിന്റെ ഉള്ളിൽ നിൽക്കുന്നവർക്ക് ആ പ്രകാശം സാധാരണ വേഗതയിൽ പോകുന്നതായി തോന്നും. പക്ഷേ പുറത്ത് റോഡിൽ നിൽക്കുന്നവർ ആ പ്രകാശത്തെ നോക്കിയാൽ അവർക്ക് തോന്നും ആ പ്രകാശം അതിവേഗത്തിൽ പോകുന്നുണ്ടെന്ന്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഐൻസ്റ്റൈൻ പറയുന്നത് പ്രകാശത്തിന്റെ വേഗത എപ്പോഴും ഒരേപോലെ ഇരിക്കും, ആര് നോക്കിയാലും എവിടെ നിന്ന് നോക്കിയാലും. ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ വേഗതയിൽ പ്രകാശം എപ്പോഴും സഞ്ചരിക്കും. പക്ഷേ ഈ വേഗതയിൽ എന്തെങ്കിലും മാറ്റം വരുന്നില്ലെങ്കിൽ എന്താണ് മാറുന്നത്? സമയവും സ്ഥലവുമാണ് മാറുന്നത്. ബസ്സിന്റെ ഉള്ളിൽ ഇരിക്കുന്നവർക്ക് സമയം പതുക്കെ പോകുന്നതായി പുറത്തുള്ളവർക്ക് തോന്നും. ഇതിനെ സമയവ്യത്യാസം അഥവാ ടൈം ഡൈലേഷൻ എന്ന് പറയുന്നു. ഒരു ഉദാഹരണം കൂടി നോക്കാം. ഒരു സിനിമയിൽ കാണുന്നതുപോലെ ഒരാൾ ഒരു ബഹിരാകാശ പേടകത്തിൽ വളരെ വേഗത്തിൽ യാത്ര ചെയ്ത് തിരിച്ചുവന്നാൽ അവന്റെ സുഹൃത്തുക്കൾക്ക് അവനേക്കാൾ കൂടുതൽ പ്രായമായി തോന്നും. ഇത് ഒരു കെട്ടുകഥയല്ല, ശാസ്ത്രീയമായ സത്യമാണ്. ഇനി ഈ സമയ വ്യത്യാസം എങ്ങനെ ജീവിതവുമായി ബന്ധപ്പെടുന്നു എന്ന് ചിന്തിക്കാം. ഒരാൾ ഒരു വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ അവന്റെ ഘടികാരം ഭൂമിയിൽ ഇരിക്കുന്നവരുടെ ഘടികാരത്തെക്കാൾ അല്പം പതുക്കെ പോകും. ഇത് വളരെ ചെറിയ വ്യത്യാസമാണ്. സാധാരണ ജീവിതത്തിൽ അത് അറിയാൻ പറ്റില്ല. പക്ഷേ ഉപഗ്രഹങ്ങളുടെ കാര്യത്തിൽ ഇത് വലിയ കാര്യമാണ്. ഉദാഹരണത്തിന് ഒരാൾ ദിവസവും ഫോണിൽ ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കുന്നുണ്ട്. ആ മാപ്പ് ശരിയായി പ്രവർത്തിക്കാൻ ഉപഗ്രഹങ്ങളിൽ നിന്നുള്ള സിഗ്നലുകൾ ആവശ്യമാണ്. ഈ ഉപഗ്രഹങ്ങൾ ഭൂമിയിൽ നിന്ന് വളരെ മുകളിലാണ്, അവിടെ ഗുരുത്വം കുറവാണ്. അതുകൊണ്ട് ഉപഗ്രഹത്തിലെ ഘടികാരങ്ങൾ ഭൂമിയിലെ ഘടികാരങ്ങളെക്കാൾ അല്പം വേഗത്തിൽ പോകുന്നു. ഈ ചെറിയ സമയ വ്യത്യാസം കണക്കാക്കിയില്ലെങ്കിൽ മാപ്പ് തെറ്റായ സ്ഥലം കാണിക്കും. അതായത് ആപേക്ഷികത എന്നത് ഒരു വലിയ ശാസ്ത്ര ആശയം മാത്രമല്ല, അത് ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്ന സാങ്കേതികവിദ്യയുടെ ഭാഗവുമാണ്. ഇനി പൊതു ആപേക്ഷികതയെ അഥവാ ജനറൽ റിലേറ്റിവിറ്റി മനസ്സിലാക്കാൻ ഒരു വീട്ടിലെ ഉദാഹരണം എടുക്കാം. ഒരാൾ ഒരു കട്ടിലിൽ ഒരു വലിയ തലേണ വെച്ചിട്ടുണ്ടെന്ന് സങ്കൽപ്പിക്കൂ. ആ തലേണയ്ക്ക് ഭാരമുണ്ട്, അതുകൊണ്ട് കട്ടിലിന്റെ മെത്ത താഴേക്ക് അല്പം വളയും. ഇപ്പോൾ ഒരു ചെറിയ കളിപ്പാട്ടം ആ മെത്തയിൽ വെച്ചാൽ അത് ആ വളവിലേക്ക് ഉരുണ്ടുപോകും. ഇതുപോലെ സൂര്യനെപ്പോലുള്ള വലിയ വസ്തുക്കൾ സ്ഥലസമയത്തെ വളയ്ക്കുന്നു, അതിലൂടെ ഭൂമിയും ചന്ദ്രനും സഞ്ചരിക്കുന്നു. ഈ വളവാണ് ഗുരുത്വം എന്ന് ഐൻസ്റ്റൈൻ പറയുന്നത്. ഒരാൾ ഒരു കുന്നിന്റെ മുകളിൽ നിന്ന് ഒരു പന്ത് ഉരുട്ടിയാൽ അത് താഴേക്ക് പോകുന്നത് ഒരു ബലം കൊണ്ടല്ല, മറിച്ച് ഭൂമി സ്ഥല സമയത്തെ വളച്ചതുകൊണ്ടാണ്. ഈ ആശയം ഒരു സിനിമയിൽ കാണുന്നതുപോലെ തോന്നാം, പക്ഷേ ഇത് ശാസ്ത്രജ്ഞർ പലതവണ പരീക്ഷിച്ച് തെളിയിച്ചതാണ്. ഉദാഹരണത്തിന് ബുധന്റെ സൂര്യനെ ചുറ്റുന്ന പാതയിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ന്യൂട്ടന്റെ ഗുരുത്വ നിയമം അത് വിശദീകരിക്കാൻ പറ്റാതെ വന്നപ്പോൾ ഐൻസ്റ്റൈന്റെ സിദ്ധാന്തം അതിന് ഉത്തരം നൽകി. ഇനി ഒരു രസകരമായ കഥയിലൂടെ ആപേക്ഷികത മനസ്സിലാക്കാം. ഇതിനെ ട്വിൻ പാരഡോക്സ് എന്ന് വിളിക്കുന്നു. 2 ഇരട്ട സഹോദരന്മാർ ഉണ്ടെന്ന് കരുതുക. ഒരാൾ ഭൂമിയിൽ താമസിക്കുന്നു, മറ്റവൻ ഒരു ബഹിരാകാശ പേടകത്തിൽ വളരെ വേഗത്തിൽ പ്രകാശത്തിന്റെ വേഗയ്ക്ക് അടുത്ത് യാത്ര ചെയ്യുന്നു. അവൻ 1 വർഷം യാത്ര ചെയ്ത് തിരിച്ചുവരുന്നു. തിരിച്ചെത്തുമ്പോൾ ഭൂമിയിലുള്ളവന് അവന്റെ സഹോദരനേക്കാൾ പ്രായം കൂടുതലായി തോന്നും. എന്തുകൊണ്ട്? കാരണം വേഗതയിൽ സഞ്ചരിക്കുന്നവന്റെ സമയം പതുക്കെ പോയി. ഭൂമിയിൽ 1 വർഷം കഴിഞ്ഞപ്പോൾ ബഹിരാകാശത്ത് അവന് അത് കുറച്ച് മാസങ്ങൾ മാത്രമായി തോന്നിയിരിക്കാം. ഇത് ഒരു വിചിത്രമായ ആശയമാണ്, പക്ഷേ ഇത് ശാസ്ത്രജ്ഞർ പരീക്ഷണങ്ങളിലൂടെ തെളിയിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് ഒരു വിമാനത്തിൽ വളരെ കൃത്യമായ ഘടികാരങ്ങൾ വെച്ച് പറക്കുമ്പോൾ ഭൂമിയിലെ ഘടികാരങ്ങളുമായി താരതമ്യം ചെയ്താൽ ചെറിയ വ്യത്യാസം കാണാം. ഈ വ്യത്യാസം സെക്കൻഡിന്റെ ലക്ഷത്തിൽ 1 ഭാഗം മാത്രമായിരിക്കും, പക്ഷേ അത് ആപേക്ഷികതയുടെ തെളിവാണ്. ഇനി ഈ ആശയം എന്തുകൊണ്ട് സാധാരണ ജീവിതത്തിൽ അറിയാൻ പറ്റുന്നില്ല എന്ന് ചിന്തിക്കാം. ഒരാൾ ഒരു സൈക്കിളിൽ പോകുമ്പോൾ അവന്റെ വേഗത വളരെ കുറവാണ്, 1 സെക്കൻഡിൽ ഏതാനും മീറ്റർ മാത്രം. പ്രകാശത്തിന്റെ വേഗതയുമായി താരതമ്യം ചെയ്താൽ അത് ഒന്നുമല്ല. അതുകൊണ്ട് സമയത്തിലോ സ്ഥലത്തിലോ ഉള്ള മാറ്റം അറിയാൻ പറ്റില്ല. പക്ഷേ വലിയ വേഗതയിലോ ഗുരുത്വമുള്ള സ്ഥലങ്ങളിലോ പോയാൽ ഈ മാറ്റങ്ങൾ വ്യക്തമാകും. ഒരു ഉദാഹരണം, ഒരാൾ ഒരു ഉയരമുള്ള കെട്ടിടത്തിന്റെ മുകളിൽ നിന്നാൽ അവിടെ ഗുരുത്വം അല്പം കുറവാണ്. അതുകൊണ്ട് അവിടെ സമയം താഴെ ഉള്ളവരെക്കാൾ അല്പം വേഗത്തിൽ പോകും. ഇത് അളക്കാൻ പറ്റുന്നത്ര ചെറിയ വ്യത്യാസമാണ്, പക്ഷേ ശാസ്ത്രജ്ഞർ അതിസൂക്ഷ്മ ഘടികാരങ്ങൾ ഉപയോഗിച്ച് ഇത് തെളിയിച്ചിട്ടുണ്ട്. അതായത് ആപേക്ഷികത എന്നത് ഒരു ദൂരെയുള്ള ആശയമല്ല, അത് എല്ലാ ദിവസവും നമ്മുടെ ചുറ്റുപാടിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇനി ആപേക്ഷികതാ സിദ്ധാന്തത്തിന്റെ മറ്റൊരു രസകരമായ വശത്തേക്ക് കടക്കാം. ഈ സിദ്ധാന്തം സമയത്തെയും സ്ഥലത്തെയും മാത്രമല്ല, ചലനത്തെയും ഊർജത്തെയും കുറിച്ച് എന്താണ് പറയുന്നത് എന്ന് നോക്കാം.
ഒരാൾ ഒരു സാധാരണ ദിവസത്തിൽ ഒരു ബൈക്ക് ഓടിക്കുന്നുണ്ടെന്ന് സങ്കല്പിക്കൂ. ബൈക്ക് മണിക്കൂറിൽ 50 കിലോമീറ്റർ വേഗതയിൽ പോകുന്നു. ആ വേഗതയിൽ ഒരാൾക്ക് എല്ലാം സാധാരണമായി തോന്നും. റോഡ് അതേ നീളത്തിൽ, ഘടികാരം അതേ വേഗതയിൽ ടിക്ക് ചെയ്യുന്നു. പക്ഷേ ഐൻസ്റ്റൈൻ പറയുന്നത് വേഗത വളരെ കൂടുതലായാൽ പ്രകാശത്തിന്റെ വേഗയോളം കാര്യങ്ങൾ മാറിത്തുടങ്ങും എന്നാണ്. പ്രകാശത്തിന്റെ വേഗത എന്നത് ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ ആണ്. അത്രയും വേഗതയിൽ ഒരാൾ യാത്ര ചെയ്താൽ സമയം മാത്രമല്ല മന്ദഗതിയിലാകുന്നത്, സ്ഥലവും മാറ്റം വരും. എന്താണ് ഈ മാറ്റം? ഇതിനെ നീളം ചുരുങ്ങൽ അഥവാ ലെങ്ത് കോൺട്രാക്ഷൻ എന്ന് വിളിക്കുന്നു. ഒരു ഉദാഹരണം നോക്കാം. ഒരാൾ ഒരു ബഹിരാകാശ പേടകത്തിൽ ആ വേഗതയിൽ പോകുന്നുണ്ടെന്ന് കരുതുക. പേടകത്തിന്റെ നീളം 100 മീറ്റർ ആണ്. പക്ഷേ ഭൂമിയിൽ നിന്ന് അത് നോക്കുന്നവർക്ക് ആ പേടകം 50 മീറ്റർ നീളം മാത്രമായി തോന്നും. പേടകത്തിന്റെ ഉള്ളിൽ ഇരിക്കുന്നവർക്ക് എല്ലാം സാധാരണമായിരിക്കും, പക്ഷേ പുറത്തുള്ളവർക്ക് അത് ചുരുങ്ങിയതായി കാണും. ഇത് എങ്ങനെ സംഭവിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ ഒരു ലളിതമായ ചിത്രം മനസ്സിൽ വരുത്താം. ഒരാൾ ഒരു റബ്ബർ ബാൻഡ് കയ്യിൽ പിടിച്ച് വലിക്കുന്നുണ്ടെന്ന് സങ്കല്പിക്കൂ. അത് 30 സെന്റിമീറ്റർ നീളമുണ്ട്. ഇപ്പോൾ ഒരാൾ ആ റബ്ബർ ബാൻഡിനെ വളരെ വേഗത്തിൽ ഒരു ട്രെയിനിൽ വലിച്ചു കൊണ്ടുപോയാൽ പുറത്തു നിൽക്കുന്നവർക്ക് അത് 20 സെന്റിമീറ്റർ നീളം മാത്രമായി തോന്നിയേക്കാം. എന്തുകൊണ്ട്? കാരണം വേഗത കൂടുമ്പോൾ സ്ഥലം, അതായത് നീളം, ചുരുങ്ങുന്നതായി കാണപ്പെടുന്നു. ഇത് ഒരു കണ്ണ് തട്ടിപ്പ് അല്ല, ആപേക്ഷികതയുടെ ഒരു യഥാർത്ഥ ഫലമാണ്. ഈ ആശയം ഒരു സാധാരണ ജീവിതത്തിൽ അറിയാൻ പറ്റില്ല, കാരണം നമ്മുടെ വേഗത വളരെ കുറവാണ്. പക്ഷേ ഒരാൾ ഒരു റോക്കറ്റിൽ ആകാശത്തേക്ക് പോയാൽ ഈ മാറ്റങ്ങൾ അളക്കാൻ പറ്റും. ശാസ്ത്രജ്ഞർ ഇത്തരം പരീക്ഷണങ്ങൾ ചെയ്തിട്ടുണ്ട്. വളരെ ചെറിയ കണങ്ങളെ അഥവാ പാർട്ടിക്കിൾസ് പ്രകാശത്തിന്റെ വേഗതയ്ക്ക് അടുത്ത് ചലിപ്പിച്ച് അവയുടെ നീളവും സമയവും മാറുന്നത് അവർ കണ്ടെത്തിയിട്ടുണ്ട്. അതായത് ആപേക്ഷികത എന്നത് ഒരു സങ്കല്പം മാത്രമല്ല, അത് പ്രപഞ്ചത്തിന്റെ ഒരു നിയമമാണ്. ഇനി ആപേക്ഷികതയുടെ ഏറ്റവും പ്രശസ്തമായ ഒരു സമവാക്യത്തെക്കുറിച്ച് പറയാം. A=mc². ഈ സമവാക്യം എന്താണ് എന്ന് ഒരു സാധാരണ മനുഷ്യന് എങ്ങനെ മനസ്സിലാക്കാം? A എന്നത് ഊർജം അഥവാ എനർജി, m എന്നത് പിണ്ഡം അഥവാ മാസ്, c എന്നത് പ്രകാശത്തിന്റെ വേഗത അഥവാ സ്പീഡ് ഓഫ് ലൈറ്റ്. ഇതിന്റെ അർത്ഥം ഒരു വസ്തുവിന്റെ പിണ്ഡത്തിന് ഊർജവുമായി ഒരു ബന്ധമുണ്ട് എന്നാണ്. ഒരു ഉദാഹരണം നോക്കാം. ഒരാൾ ഒരു കല്ല് കയ്യിൽ പിടിച്ചിട്ടുണ്ട്. ആ കല്ലിന് ഒരു പിണ്ഡമുണ്ട്, അതായത് ഭാരമുണ്ട്. ഐൻസ്റ്റൈൻ പറയുന്നത് ആ കല്ലിന്റെ പിണ്ഡത്തിനുള്ളിൽ ഒരുപാട് ഊർജം ഒളിഞ്ഞിരിക്കുന്നു എന്നാണ്. ആ ഊർജം എങ്ങനെ പുറത്തുവരും? അത് പിണ്ഡത്തെ പ്രകാശത്തിന്റെ വേഗതയുടെ ചതുരത്തോട് c² ഗുണിച്ചാൽ കിട്ടുന്ന അളവാണ്. ഒരു ചെറിയ കല്ലിന്റെ പിണ്ഡം പോലും വലിയ ഊർജമാകാൻ പറ്റും എന്ന് ചിന്തിച്ചാൽ അത്ഭുതം തോന്നും. ഉദാഹരണത്തിന്, സൂര്യൻ എന്തുകൊണ്ട് ഇത്രയും പ്രകാശവും ചൂടും തരുന്നു? സൂര്യന്റെ ഉള്ളിൽ പിണ്ഡം ഊർജമായി മാറുന്നു, അതാണ് നമ്മൾ പ്രകാശമായും ചൂടായും അനുഭവിക്കുന്നത്. ഈ ആശയം ഒരു വീട്ടിലെ ബൾബ് പോലെ തോന്നാം. ഒരു ചെറിയ വൈദ്യുതി വലിയ പ്രകാശമാകുന്നതുപോലെ പിണ്ഡം വലിയ ഊർജമാകുന്നു. ഇനി ഈ ഊർജവും പിണ്ഡവും എങ്ങനെ ജീവിതവുമായി ബന്ധപ്പെടുന്നു എന്ന് നോക്കാം. ഒരാൾ ഒരു ദിവസം ഒരു ബിസ്ക്കറ്റ് കഴിക്കുന്നുണ്ടെന്ന് കരുതുക. ആ ബിസ്ക്കറ്റിന് ഒരു ചെറിയ പിണ്ഡമുണ്ട്. അത് ശരീരത്തിൽ ഊർജമായി മാറുന്നു. നടക്കാനും ഓടാനും ഉള്ള ശക്തി അതിൽ നിന്ന് കിട്ടുന്നു. പക്ഷേ ഐൻസ്റ്റൈന്റെ സമവാക്യം പറയുന്നത് ആ ബിസ്ക്കറ്റിന്റെ പിണ്ഡത്തിന്റെ പൂർണ്ണമായ ഊർജം പുറത്തുവന്നാൽ അത് ഒരു വലിയ സ്ഫോടനം പോലെ ആയിരിക്കും എന്നാണ്. ഭാഗ്യവശാൽ നമ്മുടെ ശരീരം ആ ഊർജം മുഴുവൻ ഒരുമിച്ച് പുറത്തുവിടുന്നില്ല. പക്ഷേ ഈ ആശയം ശാസ്ത്രജ്ഞർ ആണവ ഊർജത്തിന് അഥവാ ന്യൂക്ലിയർ എനർജി ഉപയോഗിച്ചു. ഒരു ചെറിയ പിണ്ഡം, ഒരു പരമാണുവിന്റെ അഥവാ ആറ്റം അളവ് വലിയ ഊർജമായി മാറുന്നത് ഈ സമവാക്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഉദാഹരണത്തിന്, ഒരു ആണവ റിയാക്ടറിൽ ഒരു ചെറിയ മെറ്റീരിയൽ ഉപയോഗിച്ച് ഒരു നഗരത്തിന് മുഴുവൻ വൈദ്യുതി ഉണ്ടാക്കുന്നത് ഇതുകൊണ്ടാണ്. ഈ സമവാക്യം ലളിതമാണെങ്കിലും അത് ലോകത്തെ മാറ്റിമറിച്ച ഒരു കണ്ടെത്തലാണ്. ഇനി ആപേക്ഷികത എന്തുകൊണ്ട് സാധാരണ ജീവിതത്തിൽ അറിയാൻ പറ്റാത്തതാണ് എന്ന് ചിന്തിക്കാം. ഒരാൾ ഒരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ അവന്റെ വേഗത മണിക്കൂറിൽ 60 കിലോമീറ്റർ ആണ്. അത് പ്രകാശത്തിന്റെ വേഗതയുമായി താരതമ്യം ചെയ്താൽ ഒന്നുമല്ല, ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്ററിന്റെ ഒരു ചെറിയ ഭാഗം മാത്രം. അതുകൊണ്ട് സമയത്തിലോ നീളത്തിലോ ഉള്ള മാറ്റങ്ങൾ അറിയാൻ പറ്റില്ല. പക്ഷേ ഒരാൾ ഒരു റോക്കറ്റിൽ പ്രകാശവേഗയ്ക്ക് അടുത്തു പോയാൽ ഈ മാറ്റങ്ങൾ വ്യക്തമാകും. ഉദാഹരണത്തിന്, ഒരു ശാസ്ത്രജ്ഞൻ ഒരു കണത്തെ അഥവാ പാർട്ടിക്കിൾ ഒരു ആക്സിലറേറ്ററിൽ വേഗത്തിൽ ചലിപ്പിച്ചാൽ ആ കണത്തിന്റെ സമയം മന്ദഗതിയിലാകുന്നതും നീളം ചുരുങ്ങുന്നതും അളക്കാൻ പറ്റും. ഈ പരീക്ഷണങ്ങൾ ലോകത്തിലെ വലിയ ലാബുകളിൽ, ഉദാഹരണത്തിന് CERN-ൽ നടത്തിയിട്ടുണ്ട്. അതായത് ആപേക്ഷികത എന്നത് ഒരു സിനിമയിലെ കഥയല്ല, അത് പ്രപഞ്ചത്തിന്റെ ഒരു സത്യമാണ്. ഒരാൾ ഒരു വീടിന്റെ മുകളിൽ നിന്ന് ഒരു പന്ത് വലിച്ചെറിഞ്ഞാൽ അത് താഴേക്ക് വരുന്നത് ഗുരുത്വം കൊണ്ടാണ് എന്ന് തോന്നും. പക്ഷേ ഐൻസ്റ്റൈൻ പറയുന്നത് അത് സ്ഥലസമയത്തിന്റെ വളവിലൂടെ സഞ്ചരിക്കുന്നതാണ് എന്നാണ്. ഇനി ഈ ആശയം ഒരു കുട്ടിക്ക് പോലും മനസ്സിലാകുന്ന ഒരു ഉദാഹരണം നോക്കാം. ഒരാൾ ഒരു കളിസ്ഥലത്ത് ഒരു സ്ലൈഡിൽ നിന്ന് താഴേക്ക് ഇറങ്ങുന്നുണ്ടെന്ന് കരുതുക. ആ സ്ലൈഡിന്റെ വളവ് അവനെ താഴേക്ക് നയിക്കുന്നു.
ഗുരുത്വം എന്നത് ഒരു വലിയ സ്ലൈഡ് പോലെയാണ്, അത് സ്ഥല സമയത്തിന്റെ വളവാണ്, അതിലൂടെ വസ്തുക്കൾ സഞ്ചരിക്കുന്നു. ഒരാൾ ഒരു കാറിൽ ഒരു വളഞ്ഞ റോഡിൽ പോകുമ്പോൾ കാർ ആ വളവിനെ പിന്തുടരുന്നതുപോലെ ഭൂമി സൂര്യന്റെ ഉണ്ടാക്കുന്ന വളവിനെ പിന്തുടരുന്നു. ഈ ആശയം ഒരു കളിപ്പാട്ട ട്രാക്ക് പോലെ ചിന്തിച്ചാൽ മനസ്സിലാകും. ട്രാക്കിന്റെ വളവ് എങ്ങനെ ഒരു കളിപ്പാട്ട കാറിനെ നയിക്കുന്നോ അതുപോലെ സ്ഥല സമയത്തിന്റെ വളവ് വസ്തുക്കളെ നയിക്കുന്നു. ഈ ലളിതമായ ചിത്രം മനസ്സിൽ വെച്ചാൽ ആപേക്ഷികത അത്ര ദുഷ്കരമായ ഒന്നല്ല എന്ന് തോന്നും. ഇനി ആപേക്ഷികതാ സിദ്ധാന്തത്തിന്റെ മറ്റൊരു രസകരമായ ഭാഗത്തേക്ക് നോക്കാം. എന്താണ് ഈ സിദ്ധാന്തം സമയത്തിന്റെയും ചലനത്തിന്റെയും അടിസ്ഥാനത്തിൽ പറയുന്നത് എന്ന് മനസ്സിലാക്കാം. ഒരാൾ ഒരു സാധാരണ ദിവസത്തിൽ ഒരു ട്രെയിനിൽ ഇരിക്കുന്നുണ്ടെന്ന് കരുതുക. ട്രെയിൻ ഒരു സ്റ്റേഷനിൽ നിന്ന് മറ്റൊരു സ്റ്റേഷനിലേക്ക് പോകുന്നു. ട്രെയിനിന്റെ ഉള്ളിൽ ഇരിക്കുന്നവർക്ക് തോന്നും എല്ലാം സ്ഥിരമാണെന്ന്. ജനാലയിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ മരങ്ങളും കെട്ടിടങ്ങളും പിന്നോട്ട് പോകുന്നതായി കാണാം. പക്ഷേ പുറത്തെ സ്റ്റേഷനിൽ നിൽക്കുന്നവർക്ക് തോന്നും ട്രെയിനാണ് നീങ്ങുന്നത്. ആര് ശരി? ട്രെയിനിന്റെ ഉള്ളിലുള്ളവർക്കും പുറത്തുള്ളവർക്കും അവരവരുടെ ലോകത്ത് അവർ ശരിയാണ്. ഐൻസ്റ്റൈൻ ഇതിനെ ഇനർഷ്യൽ ഫ്രെയിം എന്ന് വിളിക്കുന്നു. അതായത് ഒരാൾ എവിടെയാണ് നിൽക്കുന്നത്, എങ്ങനെയാണ് ചലിക്കുന്നത് എന്നതിനെ ആശ്രയിച്ച് കാര്യങ്ങൾ മാറ്റമായി തോന്നും. ഈ ആശയം മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം നോക്കാം. ഒരാൾ ഒരു ബസ്സിന്റെ ഉള്ളിൽ ഒരു പന്ത് മുകളിലേക്ക് എറിയുന്നു. ബസ്സിന്റെ ഉള്ളിൽ ഇരിക്കുന്നവർക്ക് തോന്നും പന്ത് നേരെ മുകളിലേക്ക് പോയി താഴേക്ക് വന്നു എന്ന്. പക്ഷേ പുറത്ത് നിൽക്കുന്നവർക്ക് തോന്നും പന്ത് ഒരു വളഞ്ഞ പാതയിൽ പോയി എന്ന്, കാരണം ബസ് നീങ്ങുന്നുണ്ട്. ഇത് ആപേക്ഷികതയുടെ ഒരു അടിസ്ഥാന തത്വമാണ്. ചലനം എല്ലാം ആപേക്ഷികമാണ്. ഇനി ഈ ചലനവും ഗുരുത്വവും എങ്ങനെ ഒരുപോലെ ആകാം എന്ന് ഐൻസ്റ്റൈൻ പറയുന്ന സമത്വ തത്വം അഥവാ എക്വിവലൻസ് പ്രിൻസിപ്പിൾ നോക്കാം. ഒരാൾ ഒരു ലിഫ്റ്റിന്റെ ഉള്ളിൽ നിൽക്കുന്നുണ്ടെന്ന് സങ്കൽപ്പിക്കൂ. ആ ലിഫ്റ്റ് മുകളിലേക്ക് വേഗത്തിൽ പോകുന്നു. ആ നിമിഷം ആൾക്ക് തോന്നും തന്റെ കാലുകൾ തറയിലേക്ക് അമർന്നു പോകുന്നതായി, ഒരു അധിക ഭാരം അനുഭവപ്പെടും. ഇപ്പോൾ ആ ലിഫ്റ്റ് ഭൂമിയിൽ അല്ല, ബഹിരാകാശത്ത് ആണെന്ന് കരുതുക. അവിടെ ഗുരുത്വമില്ല. പക്ഷേ ലിഫ്റ്റ് മുകളിലേക്ക് വേഗത്തിൽ ചലിക്കുന്നതുകൊണ്ട് അതിന്റെ ഉള്ളിൽ നിൽക്കുന്നവർക്ക് ഗുരുത്വമുള്ളതുപോലെ തോന്നും. ഐൻസ്റ്റൈൻ പറയുന്നത് ഈ രണ്ട് അനുഭവങ്ങളും, ഗുരുത്വവും ഒരു വേഗത്തിൽ ചലിക്കുന്ന ലിഫ്റ്റിന്റെ പ്രഭാവവും ഒരുപോലെയാണ് എന്നാണ്. ഒരാൾ ഒരു റോക്കറ്റിന്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ടെന്ന് കരുതുക. ആ റോക്കറ്റ് ബഹിരാകാശത്ത് വേഗത്തിൽ മുകളിലേക്ക് പോകുന്നു. അവർക്ക് തോന്നും തറയിൽ നിൽക്കുന്നതുപോലെ ഒരു ഗുരുത്വം അനുഭവപ്പെടും. ഈ ആശയം ഒരു കളിസ്ഥലത്തെ കറങ്ങുന്ന വണ്ടി അഥവാ മെറി ഗോ റൗണ്ട് പോലെ ചിന്തിച്ചാൽ മനസ്സിലാകും. വണ്ടി വേഗത്തിൽ കറങ്ങുമ്പോൾ ഒരാൾക്ക് പുറത്തേക്ക് തള്ളപ്പെടുന്നതായി തോന്നും. അതുപോലെ ചലനം ഗുരുത്വം പോലുള്ള ഒരു ഭാവമുണ്ടാക്കുന്നു. ഇനി ആപേക്ഷികതയുടെ മറ്റൊരു അത്ഭുതകരമായ ആശയം നോക്കാം. ഒരേ സമയം അഥവാ സിമൾട്ടേനിയറ്റി എന്നത് എല്ലാവർക്കും ഒരുപോലെയല്ല എന്ന്. ഒരാൾ ഒരു വീട്ടിൽ ഇരിക്കുന്നുണ്ടെന്ന് കരുതുക. വീടിന്റെ മുൻവശത്ത് ഒരു മിന്നൽ പിണർ വീഴുന്നു. അതേസമയം പിൻവശത്ത് മറ്റൊരു മിന്നൽ പിണർ വീഴുന്നു. വീടിന്റെ ഉള്ളിൽ ഇരിക്കുന്നവർക്ക് തോന്നും ഈ രണ്ട് മിന്നലുകളും ഒരേ സമയം സംഭവിച്ചു എന്ന്. പക്ഷേ ഒരാൾ ഒരു ട്രെയിനിൽ വളരെ വേഗത്തിൽ ആ വീടിന്റെ അടുത്തുകൂടെ പോകുന്നുണ്ടെന്ന് കരുതുക. ആ ട്രെയിനിൽ ഇരിക്കുന്നവർക്ക് തോന്നിയേക്കാം മുൻവശത്തെ മിന്നൽ ആദ്യം സംഭവിച്ചു, പിൻവശത്തെ മിന്നൽ പിന്നീട് സംഭവിച്ചു എന്ന്. എന്തുകൊണ്ട്? കാരണം അവർ വേഗത്തിൽ ചലിക്കുന്നതുകൊണ്ട് പ്രകാശം അവരിലേക്ക് എത്തുന്ന സമയം മാറുന്നു. ഐൻസ്റ്റൈൻ പറയുന്നത് ഒരേ സമയം എന്നത് ഒരു സ്ഥിരമായ കാര്യമല്ല, അത് ആരാണ് നോക്കുന്നത്, എവിടെ നിന്നാണ് നോക്കുന്നത് എന്നതിനെ ആശ്രയിച്ചു മാറും. ഈ ആശയം മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം. ഒരാൾ ഒരു ഫുട്ബോൾ മത്സരം ഗ്രൗണ്ടിൽ നിന്ന് നോക്കുന്നു, മറ്റൊരാൾ ഒരു ദൂരെയുള്ള കുന്നിൽ നിന്ന് നോക്കുന്നു. ഗ്രൗണ്ടിലുള്ളവർക്ക് ഒരു ഗോൾ അടിക്കുന്നത് ഉടനെ കാണാം, പക്ഷേ കുന്നിലുള്ളവർക്ക് ശബ്ദം എത്താൻ താമസം വേണ്ടിവരും. ഇതുപോലെ ചലനവും സ്ഥാനവും സമയത്തെ മാറ്റിത്തോന്നിപ്പിക്കുന്നു. ഇനി ഈ ആശയം ഒരു സാധാരണ ജീവിതവുമായി എങ്ങനെ ബന്ധപ്പെടുന്നു എന്ന് ചിന്തിക്കാം. ഒരാൾ ഒരു കാറിൽ യാത്ര ചെയ്യുമ്പോൾ അവന്റെ മുന്നിൽ ഒരു ചുവന്ന ലൈറ്റ് കാണുന്നു, പിന്നിൽ ഒരു പച്ച ലൈറ്റ് കാണുന്നു. കാറിൽ ഇരിക്കുന്നവർക്ക് തോന്നും ഈ രണ്ട് ലൈറ്റുകളും ഒരേ സമയം മിന്നുന്നതായി. പക്ഷേ ഒരാൾ ഒരു വിമാനത്തിൽ വളരെ വേഗത്തിൽ ആ കാറിന്റെ അടുത്തുകൂടെ പോയാൽ അവർക്ക് തോന്നിയേക്കാം ചുവന്ന ലൈറ്റ് ആദ്യം മിന്നി, പച്ച ലൈറ്റ് പിന്നീട് മിന്നി എന്ന്. ഈ ചെറിയ വ്യത്യാസം സാധാരണ ജീവിതത്തിൽ അറിയാൻ പറ്റില്ല, കാരണം നമ്മുടെ വേഗത വളരെ കുറവാണ്. പക്ഷേ ഒരാൾ ഒരു ബഹിരാകാശ പേടകത്തിൽ പ്രകാശവേഗയ്ക്ക് അടുത്തു പോയാൽ ഈ മാറ്റങ്ങൾ വ്യക്തമാകും. ശാസ്ത്രജ്ഞർ ഇത് പരീക്ഷിക്കാൻ വളരെ കൃത്യമായ ഘടികാരങ്ങൾ ഉപഗ്രഹങ്ങളിൽ വെച്ച് അളന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് ഒരു ഉപഗ്രഹത്തിലുള്ള ഘടികാരവും ഭൂമിയിലുള്ള ഘടികാരവും തമ്മിൽ ചെറിയ വ്യത്യാസം കാണാം. ഇത് ആപേക്ഷികതയുടെ തെളിവാണ്. അതായത് സമയം എന്നത് ഒരു നേർരേഖയിൽ പോകുന്ന ഒന്നല്ല, അത് ചലനത്തിനും സ്ഥാനത്തിനും അനുസരിച്ച് മാറുന്നു. ഇനി ഈ ആശയം ഒരു കുട്ടിക്ക് പോലും മനസ്സിലാകുന്ന ഒരു ഉദാഹരണം നോക്കാം. ഒരാൾ ഒരു കളിസ്ഥലത്ത് രണ്ട് സുഹൃത്തുക്കളോടൊപ്പം നിൽക്കുന്നുണ്ടെന്ന് കരുതുക. ഒരു സുഹൃത്ത് മുന്നിൽ നിൽക്കുന്നു, മറ്റവൻ പിന്നിൽ നിൽക്കുന്നു. ഒരാൾ ഒരു ബലൂൺ പൊട്ടിക്കുന്നു. കളിസ്ഥലത്ത് നിൽക്കുന്നവർക്ക് തോന്നും ശബ്ദം ഒരേ സമയം മുന്നിൽ നിന്നും പിന്നിൽ നിന്നും കേട്ടു എന്ന്. പക്ഷേ ഒരാൾ ഒരു സൈക്കിളിൽ വേഗത്തിൽ അവിടെ കൂടെ പോയാൽ
അവന് തോന്നിയേക്കാം മുന്നിൽ നിന്നുള്ള ശബ്ദം ആദ്യം കേട്ടു, പിന്നിൽ നിന്നുള്ളത് പിന്നീട് കേട്ടു എന്ന്. ഈ ചെറിയ വ്യത്യാസം ആപേക്ഷികതയുടെ ഒരു ഭാഗമാണ്. സമയവും സംഭവങ്ങളും എല്ലാവർക്കും ഒരുപോലെ അല്ല. ഒരാൾ ഒരു റേഡിയോയിൽ ഒരു പാട്ട് കേൾക്കുമ്പോൾ അത് ഒരേ സമയം തോന്നാം, പക്ഷേ ഒരാൾ വേഗത്തിൽ ഒരു കാറിൽ പോയാൽ ആ പാട്ടിന്റെ താളം പോലും മാറിയതായി തോന്നിയേക്കാം. ഈ ആശയം ഒരു കളിപ്പാട്ട ട്രെയിൻ പോലെ ചിന്തിച്ചാൽ മനസ്സിലാകും. ട്രെയിൻ എവിടെ നിന്ന് നോക്കുന്നു എന്നതിനെ ആശ്രയിച്ച് അതിന്റെ ചലനം മാറ്റമായി തോന്നും. ഇനി ഈ ആപേക്ഷികത എന്തുകൊണ്ട് സാധാരണ ജീവിതത്തിൽ അറിയാൻ പറ്റുന്നില്ല എന്ന് ചിന്തിക്കാം. ഒരാൾ ഒരു സ്കൂട്ടറിൽ പോകുമ്പോൾ അവന്റെ വേഗത മണിക്കൂറിൽ 40 കിലോമീറ്ററാണ്. അത് പ്രകാശത്തിന്റെ വേഗതയുമായി താരതമ്യം ചെയ്താൽ ഒന്നുമല്ല. അതുകൊണ്ട് സമയത്തിന്റെയോ സ്ഥലത്തിന്റെയോ മാറ്റങ്ങൾ അറിയാൻ പറ്റില്ല. പക്ഷേ ഒരാൾ ഒരു ബഹിരാകാശ പേടകത്തിൽ വളരെ വേഗത്തിൽ പോയാൽ ഈ മാറ്റങ്ങൾ വ്യക്തമാകും. ഉദാഹരണത്തിന്, ഒരാൾ ഒരു റോക്കറ്റിൽ ഒരു വർഷം യാത്ര ചെയ്ത് തിരിച്ചുവന്നാൽ ഭൂമിയിൽ കൂടുതൽ സമയം കഴിഞ്ഞതായി തോന്നും. ഈ ആശയം ഒരു സിനിമയിൽ കാണുന്നതുപോലെ തോന്നാം, പക്ഷേ ഇത് ശാസ്ത്രജ്ഞർ തെളിയിച്ചിട്ടുള്ള ഒരു സത്യമാണ്. അതുകൊണ്ട് ആപേക്ഷികത എന്നത് ഒരു വിചിത്രമായ കാര്യമല്ല, അത് എല്ലാ ദിവസവും പ്രപഞ്ചത്തിൽ പ്രവർത്തിക്കുന്ന ഒരു നിയമമാണ്. ഇനി ആപേക്ഷികതാ സിദ്ധാന്തത്തിന്റെ ഒരു മനോഹരമായ ചിത്രത്തിലേക്ക് കടക്കാം. സ്ഥലസമയം എന്നത് ഒരു തുണി പോലെയാണ് എന്ന ആശയം. ഒരാൾ ഒരു സാധാരണ ദിവസത്തിൽ ഒരു പാർക്കിൽ നടക്കുന്നുണ്ടെന്ന് കരുതുക. ആ പാർക്കിന്റെ നിലം പരന്നതാണ്. അവിടെ നടക്കുമ്പോൾ എല്ലാം സാധാരണമായി തോന്നും. പക്ഷേ ഐൻസ്റ്റൈൻ പറയുന്നത് ഈ ലോകം, അതായത് സ്ഥലവും സമയവും, ഒരു വലിയ തുണി പോലെയാണ് എന്നാണ്. ഈ തുണി എപ്പോഴും പരന്നു കിടക്കുന്നില്ല. അതിൽ വലിയ വസ്തുക്കൾ വന്ന് വീഴുമ്പോൾ അത് വളയും. ഒരു ഉദാഹരണം നോക്കാം. ഒരാൾ ഒരു കട്ടിലിൽ ഒരു ബെഡ്ഷീറ്റ് വിരിക്കുന്നുണ്ട്. ആ ഷീറ്റ് പരന്നു കിടക്കുന്നു. ഇപ്പോൾ ഒരാൾ ആ ഷീറ്റിന്റെ നടുക്ക് ഒരു വലിയ കല്ല് വെച്ചാൽ ഷീറ്റ് താഴേക്ക് വളയും. ഒരാൾ ഒരു ചെറിയ മാർബിൾ ആ ഷീറ്റിൽ ഉരുട്ടിയാൽ ആ മാർബിൾ ആ വലിയ കല്ലിനെ ചുറ്റി നീങ്ങും. ഇതുപോലെ സൂര്യനെപ്പോലുള്ള വലിയ വസ്തുക്കൾ സ്ഥലസമയത്തെ വളയ്ക്കുന്നു. അതിലൂടെയാണ് ഭൂമി സൂര്യനെ ചുറ്റുന്നത്. ഈ ആശയം ഒരു കുട്ടിയുടെ ട്രാംപോളിൻ പോലെ ചിന്തിച്ചാൽ മനസ്സിലാകും. ഒരാൾ ട്രാംപോളിന്റെ നടുക്ക് നിന്നാൽ അത് താഴേക്ക് വളയും. ചുറ്റും ഉള്ളവർ ആ വളവിലേക്ക് ആകർഷിക്കപ്പെടും. ഇനി ഈ സ്ഥലസമയത്തെ വളയ്ക്കുന്നതിൽ വേഗതയും എങ്ങനെ ഒരു പങ്ക് വഹിക്കുന്നു എന്ന് നോക്കാം. ഒരാൾ ഒരു കാറിൽ യാത്ര ചെയ്യുന്നുണ്ടെന്ന് കരുതുക. കാർ പതുക്കെ പോകുമ്പോൾ ഒരാൾക്ക് തോന്നും എല്ലാം സാധാരണമാണെന്ന്. പക്ഷേ കാർ വേഗത്തിൽ പോകാൻ തുടങ്ങി. പെട്ടെന്ന് ആക്സിലറേറ്റർ അമർത്തിയാൽ ഒരാൾക്ക് സീറ്റിലേക്ക് പിന്നോട്ട് അമർന്നു പോകുന്നതായി തോന്നും. ഈ അനുഭവം ഗുരുത്വമുള്ളതുപോലെ തന്നെയാണ്. ഐൻസ്റ്റൈൻ പറയുന്നത് വേഗത കൂടുന്നത്, അതായത് ആക്സിലറേഷൻ, സ്ഥലസമയത്തെ മാറ്റുന്നതിന് ഗുരുത്വത്തിന് സമാനമാണ് എന്നാണ്. ഒരാൾ ഒരു റോക്കറ്റിൽ ബഹിരാകാശത്തേക്ക് പോകുന്നുണ്ടെന്ന് കരുതുക. ആ റോക്കറ്റ് വലിയ വേഗതയിൽ മുകളിലേക്ക് പോകുമ്പോൾ റോക്കറ്റിന്റെ ഉള്ളിൽ ഇരിക്കുന്നവർക്ക് തോന്നും ഭൂമിയിൽ നിൽക്കുന്നതുപോലെ ഒരു ഭാരം അനുഭവപ്പെടും. ഈ ആശയം മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം. ഒരാൾ ഒരു കറങ്ങുന്ന കസേരയിൽ ഇരിക്കുന്നുണ്ട്. കസേര വേഗത്തിൽ കറങ്ങുമ്പോൾ ഒരാൾക്ക് പുറത്തേക്ക് തള്ളപ്പെടുന്നതായി തോന്നും. ഈ തള്ളൽ ഗുരുത്വം പോലെയാണ്, പക്ഷേ അത് വേഗതയിൽ നിന്ന് വരുന്നതാണ്. അതായത് ആപേക്ഷികതയിൽ വേഗതയും ഗുരുത്വവും ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ്. ഇനി ആപേക്ഷികത എങ്ങനെ കാരണവും ഫലവും അഥവാ കോസ് ആൻഡ് എഫക്റ്റ് മനസ്സിലാക്കുന്ന രീതിയെ മാറ്റുന്നു എന്ന് നോക്കാം. ഒരാൾ ഒരു വീട്ടിൽ ഇരിക്കുന്നുണ്ടെന്ന് കരുതുക. വീടിന്റെ മുന്നിൽ ഒരു കല്ല് തറയിൽ വീഴുന്നു. അതിന്റെ ശബ്ദം ഒരാൾ കേൾക്കുന്നു. സാധാരണ ജീവിതത്തിൽ ഒരാൾക്ക് തോന്നും കല്ല് വീണതാണ് ആദ്യം, കാരണം ശബ്ദം കേട്ടത് പിന്നീട് ഫലം. പക്ഷേ ആപേക്ഷികതയിൽ ഈ കാരണവും ഫലവും എല്ലാവർക്കും ഒരുപോലെ അല്ല. ഒരാൾ ഒരു ട്രെയിനിൽ വളരെ വേഗത്തിൽ ആ വീടിന്റെ അടുത്തുകൂടെ പോകുന്നുണ്ടെന്ന് കരുതുക. ട്രെയിനിൽ ഇരിക്കുന്നവർക്ക് തോന്നിയേക്കാം ശബ്ദം ആദ്യം കേട്ടു, കല്ല് വീണത് പിന്നീട് കണ്ടു എന്ന്. എന്തുകൊണ്ട്? കാരണം അവർ വേഗത്തിൽ നീങ്ങുന്നതുകൊണ്ട് പ്രകാശവും ശബ്ദവും അവരിലേക്ക് എത്തുന്ന സമയം മാറുന്നു. ഐൻസ്റ്റൈൻ പറയുന്നത് ഈ ലോകത്ത് കാരണവും ഫലവും എന്നത് ഒരേ സമയം എല്ലാവർക്കും ഒരുപോലെ തോന്നണമെന്നില്ല. അത് ആരാണ് നോക്കുന്നത്, എവിടെ നിന്നാണ് നോക്കുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും. ഒരു ഉദാഹരണം, ഒരാൾ ഒരു റേഡിയോയിൽ ഒരു വാർത്ത കേൾക്കുന്നു. മറ്റൊരാൾ ഒരു ദൂരെയുള്ള മലയിൽ നിന്ന് ആ വാർത്തയുടെ ശബ്ദം പിന്നീട് കേൾക്കുന്നു. റേഡിയോയിൽ ഉള്ളവർക്ക് വാർത്ത ആദ്യം സംഭവിച്ചതായി തോന്നും, പക്ഷേ മലയിൽ ഉള്ളവർക്ക് അത് പിന്നീട് സംഭവിച്ചതായി തോന്നും. ആപേക്ഷികതയിൽ ഈ മാറ്റങ്ങൾ വേഗതയും സ്ഥലവും കൊണ്ട് വലുതാകുന്നു. ഇനി ഈ ആശയം ഒരു സാധാരണ ജീവിതവുമായി എങ്ങനെ ബന്ധപ്പെടുന്നു എന്ന് ചിന്തിക്കാം. ഒരാൾ ഒരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ബസ് പെട്ടെന്ന് വേഗത്തിൽ പോകാൻ തുടങ്ങിയാൽ ഒരാൾക്ക് സീറ്റിലേക്ക് പിന്നോട്ട് തള്ളപ്പെടുന്നതായി തോന്നും. ഈ അനുഭവം ഗുരുത്വമുള്ളതുപോലെയാണ്, പക്ഷേ അത് വേഗതയിൽ നിന്ന് വരുന്നതാണ്. ഒരാൾ ഒരു വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ വിമാനം മുകളിലേക്ക് പറക്കാൻ തുടങ്ങുമ്പോൾ ഒരു ഭാരം അനുഭവപ്പെടും. ഈ ഭാവം ഭൂമിയിലെ ഗുരുത്വത്തിന് സമാനമാണ്. ശാസ്ത്രജ്ഞർ ഈ ആശയം ഉപയോഗിച്ച് ബഹിരാകാശ പേടകങ്ങളിൽ ഗുരുത്വം ഉണ്ടാക്കാൻ പദ്ധതികൾ ആലോചിച്ചിട്ടുണ്ട്. പേടകം വേഗത്തിൽ കറങ്ങിയാൽ അതിന്റെ ഉള്ളിൽ ഗുരുത്വം പോലുള്ള ഒരു ശക്തി അനുഭവപ്പെടും. ഒരാൾ ഒരു കളിസ്ഥലത്ത് ഒരു കറങ്ങുന്ന വട്ടത്തിൽ നിന്നാൽ
പുറത്തേക്ക് തള്ളപ്പെടുന്നതായി തോന്നും. ഈ തള്ളൽ വേഗതയിൽ നിന്ന് വരുന്ന ഒരു ഗുരുത്വഭാവമാണ്. അതായത് ആപേക്ഷികത ജീവിതത്തിൽ അറിയാതെ തന്നെ അനുഭവിക്കുന്ന ഒന്നാണ്. ഇനി ഈ ആശയം ഒരു കുട്ടിക്ക് മനസ്സിലാകുന്ന ഒരു ഉദാഹരണം നോക്കാം. ഒരാൾ ഒരു കളിസ്ഥലത്ത് ഒരു ഊഞ്ഞാൽ കെട്ടിയിട്ടുണ്ടെന്ന് കരുതുക. ഊഞ്ഞാൽ ആടുമ്പോൾ ഒരാൾക്ക് തോന്നും ഒരു ശക്തി മുകളിലേക്കും താഴേക്കും വലിക്കുന്നതായി. ഈ ശക്തി ഗുരുത്വം പോലെയാണ്, പക്ഷേ അത് ഊഞ്ഞാലിന്റെ ചലനത്തിൽ നിന്ന് വരുന്നതാണ്. ഒരാൾ ഒരു കാറിൽ വളഞ്ഞ റോഡിൽ പോകുമ്പോൾ കാർ വേഗത്തിൽ തിരിയുമ്പോൾ ഒരു ശക്തി പുറത്തേക്ക് തള്ളുന്നതായി തോന്നും. ഈ അനുഭവം സ്ഥല സമയത്തിന്റെ വളവിനെ സൂചിപ്പിക്കുന്നു. ഐൻസ്റ്റൈൻ പറയുന്നത് ഈ ചലനവും ഗുരുത്വവും ഒരേ സ്വഭാവം കാണിക്കുന്നു എന്നാണ്. ഒരാൾ ഒരു കളിപ്പാട്ട ട്രാക്കിൽ ഒരു കാർ ഓടിക്കുമ്പോൾ ട്രാക്കിന്റെ വളവ് കാറിനെ നയിക്കുന്നതുപോലെ സ്ഥല സമയത്തിന്റെ വളവ് വസ്തുക്കളെ നയിക്കുന്നു. ഈ ലളിതമായ ചിത്രം മനസ്സിൽ വെച്ചാൽ ആപേക്ഷികത എന്താണ് എന്ന് എളുപ്പത്തിൽ മനസ്സിലാകും. ഇനി ആപേക്ഷികത എന്തുകൊണ്ട് സാധാരണ ജീവിതത്തിൽ അറിയാൻ പറ്റാത്തതാണ് എന്ന് ചിന്തിക്കാം. ഒരാൾ ഒരു സൈക്കിളിൽ പോകുമ്പോൾ അവന്റെ വേഗത മണിക്കൂറിൽ 20 കിലോമീറ്റർ ആണ്. അത് പ്രകാശത്തിന്റെ വേഗതയുമായി താരതമ്യം ചെയ്താൽ വളരെ ചെറുതാണ്. അതുകൊണ്ട് സ്ഥല സമയത്തിന്റെ മാറ്റങ്ങൾ അറിയാൻ പറ്റില്ല. പക്ഷേ ഒരാൾ ഒരു റോക്കറ്റിൽ വളരെ വേഗത്തിൽ പോയാൽ ഈ മാറ്റങ്ങൾ വ്യക്തമാകും. ഉദാഹരണത്തിന് ഒരാൾ ഒരു ബഹിരാകാശ പേടകത്തിൽ ഒരു യാത്ര ചെയ്ത് തിരിച്ചുവന്നാൽ ഭൂമിയിൽ ഉള്ളവർക്ക് അവന്റെ സമയം മന്ദഗതിയിലായതായി തോന്നും. ശാസ്ത്രജ്ഞർ ഈ ആശയം വിമാനങ്ങളിൽ വെച്ച് പരീക്ഷിച്ചിട്ടുണ്ട്. വളരെ കൃത്യമായ ഘടികാരങ്ങൾ വിമാനത്തിൽ വെച്ച് പറക്കുമ്പോൾ ഭൂമിയിലെ ഘടികാരങ്ങളുമായി താരതമ്യം ചെയ്താൽ ചെറിയ വ്യത്യാസം കാണാം. ഈ വ്യത്യാസം സെക്കൻഡിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്, പക്ഷേ അത് ആപേക്ഷികതയുടെ തെളിവാണ്. അതായത് ആപേക്ഷികത എന്നത് ഒരു ദൂരെയുള്ള ആശയമല്ല, അത് എല്ലാ ദിവസവും പ്രപഞ്ചത്തിൽ പ്രവർത്തിക്കുന്ന ഒരു നിയമമാണ്. ഇനി ആപേക്ഷികതാ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട ഒരു അത്ഭുതകരമായ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാം. കറുത്ത ദ്വാരങ്ങൾ, അതായത് ബ്ലാക്ക് ഹോളുകൾ. ഈ പേര് കേൾക്കുമ്പോൾ ഒരാൾക്ക് തോന്നാം ഇത് ഒരു ദുരൂഹമായ വിചിത്രമായ ഒന്നാണെന്ന്. പക്ഷേ ഇത് ലളിതമായ ഭാഷയിൽ മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഒരു ബ്ലാക്ക് ഹോൾ എന്താണ്? ഒരാൾ ഒരു വലിയ പാറക്കല്ല് എടുത്ത് ഒരു കുളത്തിലേക്ക് എറിയുന്നുണ്ടെന്ന് സങ്കൽപ്പിക്കൂ. ആ കല്ല് വെള്ളത്തിൽ വീണാൽ ഒരു ആഴമുള്ള കുഴിയുണ്ടാകും. അവിടെ വെള്ളം വലിയ ശക്തിയോടെ താഴേക്ക് വലിയും. ഒരു ചെറിയ ഇല അവിടെ വന്നാൽ അത് ആ കുഴിയിലേക്ക് വലിച്ചെടുക്കപ്പെടും, പുറത്തേക്ക് വരാൻ പറ്റാതെ പോകും. ബ്ലാക്ക് ഹോൾ എന്നത് ഇതുപോലെ ഒരു കുഴിയാണ്, പക്ഷേ അത് വെള്ളത്തിലല്ല, സ്ഥല സമയം എന്ന തുണിയിലാണ്. ഈ കുഴി അത്രയും ആഴമുള്ളതാണ്, പ്രകാശം പോലും അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റാതെ വരുന്നു. അതുകൊണ്ടാണ് ഇതിനെ കറുത്ത ദ്വാരം എന്ന് വിളിക്കുന്നത്. കാരണം അത് കാണാൻ പറ്റില്ല, എല്ലാം വലിച്ചെടുക്കുന്ന ഒരു ഇരുണ്ട സ്ഥലമാണ്. ഇനി ഈ ബ്ലാക്ക് ഹോൾ എങ്ങനെ ഉണ്ടാകുന്നു എന്ന് നോക്കാം. ഒരാൾ ഒരു വലിയ തീക്കനൽ എടുത്ത് അതിനെ കയ്യിൽ പിടിച്ച് ഞെക്കുന്നുണ്ടെന്ന് സങ്കൽപ്പിക്കൂ. ആ തീക്കനൽ ചെറുതായി, പക്ഷേ വളരെ ചൂടുള്ളതും ഭാരമുള്ളതുമായ ഒന്നായി മാറും. പ്രപഞ്ചത്തിൽ വലിയ നക്ഷത്രങ്ങൾ, സൂര്യനേക്കാൾ ലക്ഷക്കണക്കിന് മടങ്ങ് വലുപ്പമുള്ളവ, അവയുടെ ജീവിതം അവസാനിക്കുമ്പോൾ ഇതുപോലെ ഞെക്കപ്പെടുന്നു. ഒരു നക്ഷത്രം അതിന്റെ ഇന്ധനം മുഴുവൻ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് സ്വന്തം ഗുരുത്വത്താൽ ചുരുങ്ങാൻ തുടങ്ങും. ഒരാൾ ഒരു വലിയ ബലൂൺ എടുത്ത് അതിന്റെ വായു പതുക്കെ പുറത്തേക്ക് വിടുന്നതുപോലെ നക്ഷത്രം ചെറുതായി വരും. പക്ഷേ അത് ഒരു ചെറിയ പന്തിന്റെ വലുപ്പത്തിൽ എത്തുമ്പോൾ അതിന്റെ ഗുരുത്വം അത്രയും ശക്തമാകും, എല്ലാം അതിലേക്ക് വലിച്ചെടുക്കപ്പെടും. ഈ ചെറിയ ഭാരമുള്ള സ്ഥലമാണ് ബ്ലാക്ക് ഹോൾ. ഐൻസ്റ്റൈൻ പറഞ്ഞത് ഈ ഗുരുത്വം സ്ഥല സമയത്തെ വലിയ രീതിയിൽ വളയ്ക്കുന്നു എന്നാണ്. ഒരാൾ ഒരു റബ്ബർ ഷീറ്റിൽ ഒരു ഇരുമ്പ് പന്ത് വെച്ച് അതിനെ ശക്തിയായി താഴേക്ക് അമർത്തിയാൽ ഷീറ്റ് ആഴത്തിൽ വളയും. ബ്ലാക്ക് ഹോൾ അതുപോലെ സ്ഥല സമയത്തെ ആഴമുള്ള കുഴിയാക്കി മാറ്റുന്നു. ഇനി ബ്ലാക്ക് ഹോളിന്റെ ഗുരുത്വം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം നോക്കാം. ഒരാൾ ഒരു കിണറിന്റെ അടുത്ത് നിൽക്കുന്നുണ്ടെന്ന് കരുതുക. ആ കിണർ വളരെ ആഴമുള്ളതാണ്. ഒരാൾ ഒരു കല്ല് ആ കിണറ്റിലേക്ക് എറിഞ്ഞാൽ അത് താഴേക്ക് വീഴും, പുറത്തേക്ക് വരാൻ ഒരു വഴിയുമില്ല. ബ്ലാക്ക് ഹോളിന്റെ ഗുരുത്വവും ഇതുപോലെയാണ്. അതിന്റെ അടുത്ത് എന്തെങ്കിലും വന്നാൽ അത് അതിലേക്ക് വലിച്ചെടുക്കപ്പെടും. പക്ഷേ ഒരു കാര്യം അത്ഭുതകരമാണ്, ഈ ഗുരുത്വം അത്രയും ശക്തമാണ്, പ്രകാശം പോലും അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റാതെ വരുന്നു. ഒരാൾ ഒരു ടോർച്ച് എടുത്ത് ഒരു ആഴമുള്ള ഗുഹയിലേക്ക് പ്രകാശം അടിക്കുന്നുണ്ടെന്ന് കരുതുക. ആ ഗുഹ അത്രയും ഇരുണ്ടതാണെങ്കിൽ പ്രകാശം പുറത്തേക്ക് തിരിച്ചു വരില്ല. ബ്ലാക്ക് ഹോൾ അതുപോലെയാണ്, അതിന്റെ ഗുരുത്വം സ്ഥല സമയത്തെ അത്രയും വളയ്ക്കുന്നു, പ്രകാശം അതിന്റെ ഉള്ളിൽ കുടുങ്ങിപ്പോകുന്നു. ഐൻസ്റ്റൈൻ പറഞ്ഞത് ഈ ഗുരുത്വം ഒരു ബലമല്ല, മറിച്ച് സ്ഥല സമയത്തിന്റെ ഒരു വളവാണ് എന്നാണ്. അതുകൊണ്ടാണ് ബ്ലാക്ക് ഹോൾ ഒരു സാധാരണ ഗുരുത്വ സ്ഥലമല്ല, അത് ഒരു അതിശക്തമായ വളവാണ്. ഇനി ബ്ലാക്ക് ഹോൾ എന്തിനെയാണ് ബാധിക്കുന്നത് എന്ന് ചിന്തിക്കാം. ഒരാൾ ഒരു നദിയുടെ അരികിൽ നിൽക്കുന്നുണ്ടെന്ന് കരുതുക. നദിയിൽ ഒരു വലിയ വട്ടം അഥവാ വേൾപൂൾ ഉണ്ടാകുന്നു. ആ വട്ടത്തിന്റെ അടുത്ത് ഒരു ചെറിയ തോണി വന്നാൽ അത് വലിച്ചെടുക്കപ്പെടും. ബ്ലാക്ക് ഹോൾ അതുപോലെ പ്രവർത്തിക്കുന്നു, അതിന്റെ അടുത്ത് വരുന്ന എന്തിനേയും അത് ആകർഷിക്കുന്നു. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, ബ്ലാക്ക് ഹോൾ എല്ലാം വലിച്ചെടുക്കുന്ന ഒരു വലിയ വാക്വം ക്ലീനർ അല്ല. അത് അതിന്റെ ചുറ്റുപാടിൽ മാത്രമാണ് ഈ ശക്തി കാണിക്കുന്നത്.
ഒരാൾ ഒരു കുളത്തിൽ ഒരു വലിയ കല്ല് എറിഞ്ഞാൽ കല്ലിന്റെ അടുത്ത് വെള്ളം ആഴത്തിൽ വലിയും, പക്ഷേ ദൂരെയുള്ള വെള്ളം സാധാരണ നിലയിൽ തന്നെ ഇരിക്കും. ബ്ലാക്ക് ഹോൾ അതിന്റെ അടുത്തുള്ള സ്ഥല സമയത്തെ വലിയ രീതിയിൽ വളയ്ക്കുന്നു, പക്ഷേ ദൂരെയുള്ള സ്ഥലങ്ങളെ അത്രയും ബാധിക്കില്ല. ഉദാഹരണത്തിന്, ഭൂമി സൂര്യനെ ചുറ്റുന്നതുപോലെ ഒരു നക്ഷത്രം ഒരു ബ്ലാക്ക് ഹോളിനെ ചുറ്റാം, പക്ഷേ അതിന്റെ അടുത്ത് വന്നാൽ മാത്രമേ അത് വലിച്ചെടുക്കപ്പെടൂ. ഇനി ബ്ലാക്ക് ഹോളിന്റെ ചുറ്റുപാടിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് ഒരു ലളിതമായ ചിത്രത്തിലൂടെ മനസ്സിലാക്കാം. ഒരാൾ ഒരു കടലാസ് എടുത്ത് അതിന്റെ നടുക്ക് ഒരു ഭാരമുള്ള പന്ത് വെക്കുന്നുണ്ടെന്ന് കരുതുക. കടലാസ് ആഴത്തിൽ വളയും. ഇപ്പോൾ ഒരാൾ ഒരു ചെറിയ പന്ത് ആ കടലാസിൽ ഉരുട്ടിയാൽ അത് ആ വലിയ പന്തിനെ വേഗത്തിൽ ചുറ്റി ഒടുവിൽ അതിലേക്ക് വീഴും. ബ്ലാക്ക് ഹോൾ അതിന്റെ ചുറ്റുപാടിലുള്ള വസ്തുക്കളെ ഇതുപോലെ ആകർഷിക്കുന്നു. ഒരു കാര്യം കൂടി, ബ്ലാക്ക് ഹോളിന്റെ അടുത്ത് സമയവും മാറുന്നു. ഒരാൾ ഒരു ഘടികാരവുമായി ബ്ലാക്ക് ഹോളിന്റെ അടുത്ത് നിന്നാൽ ആ ഘടികാരം വളരെ പതുക്കെ ടിക്ക് ചെയ്യുന്നതായി ദൂരെ നിൽക്കുന്നവർക്ക് തോന്നും. എന്തുകൊണ്ട്? കാരണം ബ്ലാക്ക് ഹോളിന്റെ ശക്തമായ ഗുരുത്വം സ്ഥല സമയത്തെ അത്രയും വലിച്ചു വളയ്ക്കുന്നു, സമയം മന്ദഗതിയിലാകുന്നു. ഒരാൾ ഒരു നദിയിൽ ഒരു വലിയ കല്ല് ഇട്ടാൽ അവിടെ വെള്ളം പതുക്കെ ഒഴുകുന്നതുപോലെ ബ്ലാക്ക് ഹോളിന്റെ അടുത്ത് സമയവും പതുക്കെ നീങ്ങുന്നു. ഇനി ഈ ബ്ലാക്ക് ഹോൾ ജീവിതവുമായി എങ്ങനെ ബന്ധപ്പെടുന്നു എന്ന് ചിന്തിക്കാം. ഒരാൾ ഒരു കടലിന്റെ അരികിൽ നിന്ന് ഒരു വലിയ വട്ടം കാണുന്നുണ്ടെന്ന് കരുതുക. ആ വട്ടത്തിന്റെ അടുത്ത് പോയാൽ ഒരു ചെറിയ തോണി പോലും വലിച്ചെടുക്കപ്പെടും. ബ്ലാക്ക് ഹോൾ അതുപോലെയാണ്, അതിന്റെ ഗുരുത്വം അതിന്റെ ചുറ്റുപാടിനെ മാറ്റുന്നു. ശാസ്ത്രജ്ഞർ ബ്ലാക്ക് ഹോളുകളെ കാണാൻ പറ്റാത്തതുകൊണ്ട് അവയുടെ ചുറ്റുപാടിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കിയാണ് അവയെ കണ്ടെത്തുന്നത്. ഉദാഹരണത്തിന്, ഒരു ബ്ലാക്ക് ഹോൾ ഒരു നക്ഷത്രത്തിന്റെ അടുത്ത് വന്നാൽ ആ നക്ഷത്രത്തിൽ നിന്ന് പദാർത്ഥങ്ങൾ വലിച്ചെടുക്കപ്പെടും, അത് ചൂടായി പ്രകാശിക്കും. ഒരാൾ ഒരു അടുപ്പിൽ ഒരു മരക്കഷണം ഇട്ടാൽ അത് കത്തി ചൂടാകുന്നതുപോലെ ബ്ലാക്ക് ഹോൾ അതിന്റെ ചുറ്റുപാടിൽ നിന്ന് വസ്തുക്കളെ വലിച്ചെടുക്കുമ്പോൾ പ്രകാശവും ഊർജവും പുറപ്പെടുവിക്കുന്നു. ഈ പ്രകാശം ശാസ്ത്രജ്ഞർ ടെലിസ്കോപ്പുകൾ ഉപയോഗിച്ച് കാണുന്നു. ഇനി ഈ ആശയം ഒരു കുട്ടിക്ക് മനസ്സിലാകുന്ന ഒരു ഉദാഹരണം നോക്കാം. ഒരാൾ ഒരു കളിസ്ഥലത്ത് ഒരു വലിയ ഗോളം ഉണ്ടാക്കുന്നുണ്ടെന്ന് കരുതുക. ആ ഗോളത്തിന്റെ നടുക്ക് ഒരു ആഴമുള്ള കുഴിയുണ്ട്. ഒരാൾ ഒരു ചെറിയ പന്ത് ആ ഗോളത്തിൽ ഉരുട്ടിയാൽ അത് ആ കുഴിയിലേക്ക് വീഴും, പുറത്തേക്ക് വരാൻ പറ്റാതെ പോകും. ബ്ലാക്ക് ഹോൾ അതുപോലെയാണ്, അതിന്റെ ഗുരുത്വം ഒരു ആഴമുള്ള കുഴി ഉണ്ടാക്കുന്നു, അതിൽ എന്ത് വന്നാലും കുടുങ്ങിപ്പോകും. ഒരാൾ ഒരു കളിപ്പാട്ട ട്രാക്കിൽ ഒരു കാർ ഓടിക്കുമ്പോൾ ട്രാക്കിന്റെ ഒരു വലിയ വളവിൽ കാർ വീഴുന്നതുപോലെ ബ്ലാക്ക് ഹോൾ സ്ഥല സമയത്തിന്റെ ഒരു വലിയ വളവാണ്. ഈ ലളിതമായ ചിത്രം മനസ്സിൽ വെച്ചാൽ ബ്ലാക്ക് ഹോൾ എന്താണ് എന്ന് എളുപ്പത്തിൽ മനസ്സിലാകും. ഐൻസ്റ്റൈൻ പറഞ്ഞത് ഈ ഗുരുത്വം സ്ഥല സമയത്തെ വളയ്ക്കുന്ന ഒരു ശക്തമായ പ്രഭാവമാണ് എന്നാണ്. അതാണ് ബ്ലാക്ക് ഹോളിന്റെ രഹസ്യം. ഇതാ നമ്മുടെ ഈ യാത്ര ആപേക്ഷികതാ സിദ്ധാന്തത്തിന്റെയും ബ്ലാക്ക് ഹോളുകളുടെയും ലോകത്തേക്ക് ഇവിടെ ഒരു അവസാനത്തിലേക്ക് എത്തി. ഒരാൾ ഒരു നീണ്ട യാത്ര കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തി ഒരു കപ്പ് ചായയുമായി ഇരിക്കുന്നതുപോലെ ഇപ്പോൾ നമുക്ക് ഈ അത്ഭുതകരമായ ശാസ്ത്ര ലോകത്തെ ഒന്ന് തിരിഞ്ഞു നോക്കാം. ഐൻസ്റ്റൈൻ എന്താണ് പറഞ്ഞത് എന്ന് ചിന്തിക്കുമ്പോൾ സമയവും സ്ഥലവും ഒരു തുണി പോലെയാണ് എന്ന് മനസ്സിലായി. ഒരാൾ ഒരു കട്ടിലിൽ ഒരു ഷീറ്റ് വിരിച്ച് അതിൽ ഒരു കല്ല് വെച്ച് വളയ്ക്കുന്നതുപോലെ ഗുരുത്വം ഈ തുണിയെ മാറ്റുന്നു. ബ്ലാക്ക് ഹോൾ എന്നത് ഒരു ആഴമുള്ള കുഴിയാണ്. ഒരാൾ ഒരു കിണറ്റിൽ ഒരു കല്ല് എറിഞ്ഞാൽ എല്ലാം താഴേക്ക് വലിയുന്നതുപോലെ അത് പ്രകാശത്തെയും വസ്തുക്കളെയും വലിച്ചെടുക്കുന്നു. ഈ ആശയങ്ങൾ ഒരു സാധാരണ ജീവിതത്തിൽ അറിയാൻ പറ്റില്ലെങ്കിലും ഒരാൾ ഒരു ഫോണിൽ മാപ്പ് ഉപയോഗിക്കുമ്പോൾ ആപേക്ഷികത അവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം. ഈ വീഡിയോയിലൂടെ ഒരാൾ ഒരു പുഴയുടെ അരികിൽ നിന്ന് വെള്ളത്തിന്റെ ഒഴുക്ക് നോക്കുന്നതുപോലെ ശാസ്ത്രത്തിന്റെ ഒഴുക്കിലേക്ക് ഒന്ന് എത്തിനോക്കാൻ ശ്രമിച്ചു. സമയം മന്ദഗതിയിലാകുന്നതും ഗുരുത്വം സ്ഥല സമയത്തെ വളയ്ക്കുന്നതും ബ്ലാക്ക് ഹോൾ എല്ലാം വലിച്ചെടുക്കുന്നതും ഈ കാര്യങ്ങൾ ഒരു സിനിമയിൽ കാണുന്നതുപോലെ തോന്നാം, പക്ഷേ ഇത് ഒരു യഥാർത്ഥ സത്യമാണ്. ഒരാൾ ഒരു കളിസ്ഥലത്ത് ഒരു ഊഞ്ഞാൽ ആടുമ്പോൾ ശക്തി അനുഭവിക്കുന്നതുപോലെ ഈ ലോകത്ത് ഗുരുത്വവും വേഗതയും എല്ലാം ഒരുപോലെ പ്രവർത്തിക്കുന്നു. ഐൻസ്റ്റൈന്റെ മനസ്സ് ഈ ലോകത്തെ ഒരു പുതിയ കണ്ണാടിയിലൂടെ കാണിച്ചു. ഒരാൾ ഒരു ജനാല തുറന്ന് പുറത്തേക്ക് നോക്കി ആകാശം കാണുന്നതുപോലെ ഈ സിദ്ധാന്തം പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങൾ തുറന്നുകാട്ടി. ബ്ലാക്ക് ഹോളുകൾ ഒരു ആഴമുള്ള കുഴി പോലെ സ്ഥല സമയത്തെ മാറ്റുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ ഒരാൾക്ക് തോന്നും ഈ ലോകം എത്ര വിചിത്രവും മനോഹരവുമാണെന്ന്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.